ഹലോ, ഇന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ കുമാരനെല്ലൂർ തൃക്കാർത്തികയാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇവിടെ നമ്മുടെ കാർത്തിക വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി പ്ലാൻസ് ഒക്കെ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നു, അതോടുകൂടി എല്ലാം കഴിയും. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനും ഉണ്ണിയും കൂടെ പുറത്ത് പോകുന്നുണ്ട്. കുറച്ച് വിളക്ക് വാങ്ങിക്കണം. എല്ലാ വർഷവും എനിക്ക് വിളക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് തികയാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് കടയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ എണീറ്റു. അത് കഴിഞ്ഞ് എന്താ വിളക്കൊക്കെ കഴുകുകയാണ്. അപ്പം അത് നമുക്ക് കാണാം. എന്താ വിളക്കൊക്കെ ഞാൻ കഴുകുകയാണ്. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർത്തിക വിളക്കെല്ലാം നമ്മൾ കഴുകി ഇതിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട്, ഇത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ, ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ വെയിലത്ത് വെക്കും. ഇതിൻ്റെ ഈ ഒരു കത്തിച്ച് അതിൻ്റെ ആ ഒരു തിരിയുടെ ആ കരി എത്ര നോക്കിയിട്ട് മാറുന്നില്ല. അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഒരു 5 ചട്ടിയെങ്കിലും, അല്ലെങ്കിൽ ഒരു പുതിയത് എത്രയാണ് കിട്ടുന്നത് അത്രയെങ്കിലും ഒരു പുതിയത് വാങ്ങിക്കാം. 5 ചട്ടിയെങ്കിൽ 5 ചട്ടിയെങ്കിലും പുതിയത് വാങ്ങിച്ചാൽ അത്രയും നമുക്കൊരു ആശ്വാസം. നമ്മുടെ വിളക്കുകളൊക്കെ 2 ബോക്സിലാക്കിയിട്ട് നമ്മൾ ഇതിന് വെയിലത്ത് വെക്കാൻ പോവാം കേട്ടോ. നല്ല വെയിലുണ്ട്, ഞാനത് കാണിച്ചായിരുന്നല്ലോ, നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ വെക്കാൻ പോവാം. തണുപ്പൊക്കെ തുടങ്ങിയെങ്കിലും രാവിലെയൊക്കെ കുറച്ച് ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് കഴുകണം. എത്ര കഴിയാലും നല്ല പൊടിയാണ് കേട്ടോ, എപ്പോഴും പൊടി അടിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം നമുക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് സിറ്റ് ഔട്ടിൽ വെയിൽ പോകുമ്പോൾ താഴോട്ടെടുത്ത് ഇറക്കി വെക്കാം. അപ്പോഴത്തേക്കും കുറച്ച് ഉണങ്ങിയൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് തുണിയെല്ലാം ഇരിക്കുന്നത്. അത് ഇത്രയും സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്തു. മേക്കപ്പല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്ന പോലെ ഒന്ന് റെഡിയായി സിമ്പിളായിട്ട്. പിന്നെ പുറത്ത് പോകുമ്പോൾ എപ്പോഴും എനിക്ക് കംഫർട്ട് ജീൻസ് ഇടുന്നതാണ്. അപ്പം അങ്ങനെ റെഡിയായി. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കണ്ണ് ഒരു റെഡായിട്ടുണ്ട്. ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ കണ്ണിനകത്ത് പോയി, അതാണ്. അപ്പോൾ നമുക്ക് പയ്യെ പോകാം. മേഘം അവൻ പോയി, ഞാൻ എന്താ ഇറങ്ങി. നമ്മൾ ലോക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ, രാവിലെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഉണ്ണിയാ നമ്മളങ്ങനെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലെത്തിയടാ അല്ലേ. ഇതെടുത്തോ, ഇത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യും. ഓയിലൊന്നും വേണ്ട, ഓയിലോ വാട്ടറോ ഒന്നും വേണ്ട. പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ വരുന്നത് വിളക്കിരിക്കുന്ന സ്ഥലത്താണ്. അത് എടുത്തടാ പൊന്നെ, ഈ വിളക്ക് ഇതോ താഴത്തോ? താഴത്ത്. ഇതല്ല, ഇത് മെഴുകുതിരി ഉള്ളതല്ലേ. ഇത് ക്യാൻഡിലാണ്. ഇത് ക്യാൻഡില്ല. ഇതും എടുക്കാം. ഇതപ്പം എന്താ പുതിയ സൈസ് ഇറങ്ങിയിരിക്കുന്നത്, നമ്മുടെ ക്യാൻഡിലുള്ള സൈസാണ്. ഞാൻ അടുത്തേക്ക് പോവാം. കണ്ടേ, ഞാൻ എടുത്തു. നെക്സ്റ്റ് നമുക്ക് എണ്ണ എടുക്കണം. അതല്ല അല്ല, നമുക്കേ ഈ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധനം വേണ്ടേ? അങ്ങനെ ട്രോളി ചെറുതായതുകൊണ്ട് വിളക്കൊക്കെ പൊട്ടുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്തു, വലിയ ട്രോളി വാങ്ങിച്ചു. അല്ല വാങ്ങിച്ചല്ല, എടുത്തു.
ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ. വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്നല്ലേടാ. എന്നിട്ട് നമ്മൾ എൻ്റെ കൂടെ വന്നപ്പോൾ ആശാൻ ഏതാണ്ട് കണ്ണിനെ കഴം കാണിച്ച പോലെ ആയിപ്പോയി. ഇതാ ഐസ്ക്രീം എടുക്കുന്നു, ജ്യൂസ് എടുക്കുന്നു. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവൻ എന്തൊക്കെയോ ചെയ്യുകയാണ്. കണ്ട, ആരും പറയേണ്ട ആവശ്യമില്ല, പോയി എല്ലാം എടുക്കുക. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചല്ലേടാ. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് നമ്മൾ മതിയായി. യൂബറും വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേടാ. വാ. അപ്പം അങ്ങനെ നമ്മുടെ കാറ് വന്നു. കണ്ടോ, കാറ് വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എത്ര ഉണ്ടെന്ന് നോക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ തുണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മളിന്ന് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോകാം. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ എപ്പോഴും പൊടിയായിരിക്കും. അപ്പോൾ വൈകുന്നേരം നമുക്ക് വിളക്കെത്തിക്കണമെങ്കിൽ ക്ലീൻ ചെയ്യാതെ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം തുണിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, നനച്ചിട്ടത് അതെല്ലാം എടുക്കും. നേരത്തെ ഇവിടെ പുറത്ത് പൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതില്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടേ ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ. ഇതാ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നേരത്തെ കിടന്ന പോലെയല്ല ഇവിടെ കിടക്കുന്നത്. നേരത്തെ കുറേ പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അത് മാക്സിമം ഞാൻ അകത്തുനിന്ന് തന്നെ, പിന്നെ പോകാത്ത ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലെല്ലാം വിളക്കെടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ.
അങ്ങനെ കാർത്തിക വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ വൈകുന്നേരം പോകുന്നത് ICCയിലേക്കാണ്. അവിടെ കഥകളി നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങൾ കൂടിയാണ് ദോഹയിലെ കഥകളി വരുന്നത്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ് കാറാണ് കേട്ടോ, ടെസ്ലയുടെ. അപ്പോൾ അത് അവൻ സ്പോട്ട് ചെയ്തിട്ട് അത് വീഡിയോ എടുക്കുന്നതാണ്. അത് ഇനി ഇതെല്ലാം അവൻ്റെ കലാവിരുന്നാണ് ഈ വീഡിയോസൊക്കെ. അങ്ങനെ അത് തീരാനൊന്നും നിന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ തട്ടുകട പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബേൽപൂരിയും പിന്നെ അവന് ദോശകളും അതും വാങ്ങിച്ച് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ ബൈ.